ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ബ്ലെസ്സിങ്സ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആൻഡ് എനർജി. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് വാൺസ് ആണ്. കിങ് ഓഫ് വാൺസ് പറയുമ്പം നമ്മൾ വളരെ പാഷനേറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അതിൻ്റെ മാക്സിമം ഓപ്റ്റിമൽ ലെവലിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനോടുള്ളൊരു താല്പര്യം മാറിയിട്ട് മറ്റൊരു കാര്യത്തിനോട് താല്പര്യം തോന്നുന്നതാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിക്കുന്ന ആളാണ് ഈ കിങ് ഓഫ് വാൺസ് അല്ലെങ്കിൽ കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തും ചെയ്യുന്നതല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുന്നു, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മളെ പാഷൻ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് വാൺസ് പറയുന്നത്. ഇത് ഒരു വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. അതായത് ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളാണോ, ആരാണോ നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങുവാണ്, പുതിയൊരു സംരംഭം തുടങ്ങാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ കാര്യം ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു വലിയ സൈക്കിൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. നിങ്ങൾ പല പാഷൻസിനെയും ചേസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ എത്തിയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ല ഗ്രാഹ്യമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ വരുംവരായികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം പുതിയൊരു സംരംഭമോ പുതിയൊരു തുടക്കം, പുതിയൊരു പാഷനെ നിങ്ങളിന്ന് ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കിങ് ഓഫ് വാൺസ് അല്ലെങ്കിൽ കിങ് ഓഫ് റോഡ്സ് പറയുന്നത്. കൂടാതെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയോടൊരു താല്പര്യം തോന്നുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് കാർഡ് ടു ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പുതിയൊരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള ഒരാളായിരിക്കും. നിങ്ങൾക്ക് അയാളോടൊരു പ്രത്യേക താല്പര്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അവിടെ ഇൻഡിസിഷൻ്റെ ആവുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണോ, ഈ വ്യക്തിയെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകണോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഡിസിഷനായിട്ട് നിൽക്കേണ്ടി വരും എന്നാണ്. ഇവിടെ ഒരു ഹൃദയത്തിന് ഭാരമേൽപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് വേദനിക്കപ്പെടും. അതായത് ഇയാളെ വേണം എന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും നമുക്ക് കുറച്ചൊരു പെയിൻ അനുഭവപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലാതെ നിൽക്കുന്ന എനർജിയാണ് ടു ഓഫ് സ്വോർഡ് എന്ന എനർജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നന്നായിട്ട് ആലോചിക്കണം. വരുംവരായികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളതിലേക്ക് പോകാൻ പാടുള്ളൂ. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി. ഓക്കെ, അതാണ് ടു ഓഫ് സ്വോർഡും കിങ് ഓഫ് വാണ്ടും ഒരുമിച്ച് വരുമ്പോൾ പറയാനുള്ളത്. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുക. പണം നമ്മളിലേക്ക് വരുന്നുണ്ട്, പണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പുതിയ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ധാരാളമായിട്ട് പണം വരുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ആ പണം വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു റിസ്ക് എടുക്കുന്നു എന്നാണ്. മേ ബി പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത കാണും. എങ്കിലും ഒരു റിസ്ക് എടുത്ത പണം നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കുന്നതോ അങ്ങനെയുള്ളൊരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ പണത്തിൻ്റെ മൂല്യം നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും. പണത്തിൻ്റെ മൂല്യം നന്നായി മനസ്സിലാകും. പണം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും. ഇതൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പണം നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഇനിയൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ്, സെപ്പറേഷനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, ആ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഹീറോഫൻ്റ് ആണ്. പണം സമ്പാദിക്കുമ്പോൾ ആ പണത്തിൻ്റെ സോഴ്സിനെ കുറിച്ചും കൂടി ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പണം വരുന്ന വഴി നമുക്കറിയില്ല. അവരെന്ത് ജോലി ചെയ്തിട്ടാണ് ആ പണം ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിനെ കോമ്പൻസേഷനായിട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു നെല്ലുമ്പതിനും ഒന്ന് തിരിയുന്നത് നല്ലതായിരിക്കും. നെല്ലുമ്പതിനും തിരിയാൻ പറ്റിയില്ലെങ്കിൽ അതിനെന്ത് സൊല്യൂഷൻ, എൻ്റെ ഭാഗത്തൊരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നാലോചിച്ചിട്ടൊരു കിട്ടുന്ന പൈസയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ദാനധർമ്മങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ ഹിയറോഫൻ്റ് പറയുന്നത് ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അയാളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ദെൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടോ ഒക്കെ രാഷ്ട്രീയക്കാരെ ആയിരിക്കാം, അല്ലെങ്കിൽ മത നേതാക്കന്മാരെ ആയിരിക്കാം, സാമുദായിക നേതാക്കന്മാരെ ആയിരിക്കാം, അങ്ങനെ ആരെയെങ്കിലും ഇന്ന ദിവസം മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പണവുമായി ബന്ധപ്പെട്ട് പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള പണത്തിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആരെയെങ്കിലും മധ്യസ്ഥത നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ കുറച്ച് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനത്തിൻ്റെ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടോ, അതുപോലെ അതിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ടോ, അതുപോലെ മറ്റ് പുകപരിശോധന, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അതുപോലെ നിയമപരമായിട്ട് നമ്മൾ എന്തെല്ലാം ലയബിലിറ്റീസ് ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെയാണ് ഹീറോഫൻ്റ് പറയുന്നത്. പിന്നെ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നുണ്ടായിരിക്കും. അവിടെ പോയിട്ട് എന്തെങ്കിലും വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുക, വഴിപാട് നടത്തുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഹീറോഫൻ്റ് കേട്ടോ. പിന്നെ മതപരമായിട്ടുള്ള ആളുകളെ, മതമേലധ്യക്ഷന്മാർ, ഇപ്പോൾ പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ പള്ളിയിൽ അച്ഛനോട് കുമ്പസാരിക്കുന്നതാവാം, ചിലപ്പോൾ ഒരു ധ്യാനം കൂടുന്നതായിരിക്കാം. ഇനി അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ പൂജാരിയായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം, അവരിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ കാണാനും അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഹീറോഫൻ്റ് പറയുന്നത്. ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് പണമാണ്, സമൃദ്ധിയാണ്, നിങ്ങളിലേക്ക് പണം വരും എന്ന് തന്നെയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്യാനുള്ള ജോലി ചെയ്തിട്ട് അതിൻ്റെ വേജസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ അതിൻ്റെ എഫേർട്ടിനുള്ള റിവാർഡ് നിങ്ങൾക്ക് ഇന്ന് വന്നു ചേരും, സമൃദ്ധി ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. ഇന്ന് റിച്ച് ആയിട്ടിരിക്കാൻ പറ്റും, പണം വന്നു ചേരും എന്ന് തന്നെയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ. ദെൻ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമുക്കൊരു അവസരം വന്നു ചേരുന്നതാവാനും സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഇത് നിങ്ങളിന്ന് പിണങ്ങിപ്പോയിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആവാം. നിങ്ങളിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, അതായത് ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം മാറി നിന്നിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട്, പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ പിണക്കമെല്ലാം മാറിയിട്ട് നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്രണയം ആരോടെങ്കിലും തോന്നുന്നതാകാനും സാധ്യതയുണ്ട്. പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വന്നു ചേരുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ജോബ് ഓഫർ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ. ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് തോന്നാനും ചിലരെ മിസ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. ദെൻ 5 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു വഴക്കിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ആശയവിനിമയത്തിൽ വരുന്ന അപാകത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിലെ മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടായിരിക്കാം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതോ ആളുകൾ നിങ്ങൾക്ക് എതിരെ ഗൂഢാലോചന നടത്തുന്നതോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതാവാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാവുന്ന ആളുകളോട് ചിലപ്പോൾ ഇന്ന് വഴക്കുണ്ടാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന ആളുകളോട് കൂട്ടുകൂടിയിട്ട് ചിലപ്പോൾ അവരോട് തന്നെ വീണ്ടും വഴക്കുണ്ടാക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. ടവറാണ്, വീണ്ടും വഴക്കാണ്. അപ്പോൾ വഴക്കുണ്ടാവാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ വഴക്ക് നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു വഴക്കിനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നായിരിക്കും ഒരു വഴക്കുണ്ടാകുന്നത്. പെട്ടെന്നുണ്ടാകുമെന്ന് വെച്ചാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു വാക്കിലോ ഇതിലോ ഒക്കെ പിടിച്ചിട്ട് വഴക്കുണ്ടാവുന്നതായിരിക്കും. ചിലപ്പോൾ ഇൻസൾട്ടഡ് ആവുന്നതായിരിക്കും. നമ്മൾ പറയുന്ന ഒരു വാക്ക് മറ്റൊരാൾക്ക് ഇൻസൾട്ടായിട്ട് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിലപ്പോൾ വഴക്കുണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ടവർ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ സാഹചര്യം നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതായിരിക്കാം.
ചിലപ്പോൾ വളരെ വിഷമിച്ചാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആവുന്നതായിരിക്കും. അതായത് എന്ത് സാഹചര്യമാണോ ഉള്ളത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യം സംഭവിക്കുന്ന എനർജിയാണ് ടവർ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം വാഹനം ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. മാത്രമല്ല വെറുതെ നടക്കുകയാണെങ്കിലും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ടവർ മുകളിൽ നിന്നൊക്കെ വീഴുന്ന ഒരു എനർജിയാണ്. തല കറങ്ങി വീഴുന്നതായിരിക്കാം, വെറുതെ വീഴുന്നതായിരിക്കും, തട്ടി വീഴുന്നതായിരിക്കും, സ്റ്റംബ്ലിംഗ് ആയിരിക്കും, ഫ്ലിപ്പായിരിക്കും, എന്തോ ആയിക്കോട്ടെ, വെറുതെ എങ്കിലും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തലകറങ്ങിയൊക്കെ വീഴാനുള്ളൊരു ടെൻഡൻസി ഇന്ന് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മനഃപൂർവ്വം വീഴുന്നതല്ല, തലകറങ്ങി വീഴാനുള്ളൊരു ഒരു ചാൻസ് കൂടുതലാണ് കേട്ടോ. ദെൻ 8 ഓഫ് കപ്പ് വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പിണങ്ങി മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു വഴക്കുണ്ടാകുന്ന ചുറ്റുമുള്ള അറിയാവുന്ന ആളുകളുമായിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം അവരുമായിട്ടൊക്കെ പിണങ്ങി മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെയുള്ള എനർജിയാണ് 8 ഓഫ് കപ്പ്. ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അത്തരത്തിലുള്ള എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ പൈസ തരാനുള്ള ആളുകളോട് പൈസ ചോദിച്ചിട്ട് അവർ തരാതിരിക്കുമ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നതായിരിക്കാം, പൈസ ചോദിച്ച് വഴക്കുണ്ടാകുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കേസിലോ ഒക്കെ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഡിവോഴ്സ് കേസിലോ എല്ലാം കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം ഉണ്ടാവുന്നതോ വഴക്കുണ്ടാവുന്നതോ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് വീണ്ടും വഴക്കുണ്ടാവുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കോംപ്രമൈസിന് വന്നിട്ട് കോംപ്രമൈസ് അല്ലാതായി പോകുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് സോഡാണ്. രാത്രിയിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ലാത്ത ആളുകളുണ്ടാവാം. ചിലപ്പോൾ രാത്രിയിലെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ഇന്ന് മൊത്തത്തിലൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു മെൻ്റൽ പ്രഷർ, ടെൻഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്ന് കരുതി ഇരിക്കുക. വഴക്കിൻ്റെ ഒരു എനർജിയാണ് കൂടുതലും കാണുന്നത്. 2 ഓഫ് സോഡ് ഉണ്ട്, അതുപോലെ 5 ഓഫ് വാണ്ട്, ടവർ, പിന്നെ ദബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. അപ്പം ചുറ്റുമുള്ള ആളുകളെല്ലാം ഒറ്റക്കെട്ടായിരിക്കും, നിങ്ങളായിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് 7 ഓഫ് വാണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഒരു വഴക്കിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ പേരിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി വഴക്കുണ്ടാക്കി നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. വീണ്ടും അവരതിനെ എതിർക്കുന്നതായിരിക്കും. നിങ്ങളൊരു കോംപ്രമൈസിന് ശ്രമിക്കുമ്പോൾ അവർ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവരോട് ദേഷ്യം തോന്നുന്നതോ അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നതോ അവിടെ വീണ്ടും ഒരു കോംപ്രമൈസ് ഇല്ലായ്മ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, അതിൻ്റെ പേരിൽ വീണ്ടും മാനസിക സമ്മർദ്ദം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഒരു വഴക്കിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒറ്റയ്ക്ക് ഇന്ന് പൊരുതേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി കാണുന്നത്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് വൈകുന്നേരം വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് രാവിലെ എടുക്കുന്ന എനർജിയാണല്ലോ. രാവിലെ ഇത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇത് റെസനേറ്റ് ആയോ എന്ന് വൈകുന്നേരം വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.